എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാ. സദക്ക ചോദിക്കല്ലേ ഉസ്താദ്, പൈസ ചോദിക്കല്ലേ ഉസ്താദ്, ഞങ്ങൾ വരാം, പിരിവണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല, എടുക്കുമ്പോ ഓടുപാട്, പിരിക്കാ സമയമാകുമ്പോ ഓടുപാട്. എവിടെ ഓടാനാണ് മനുഷ്യ? നാളെ നിനക്ക് വേണ്ടിയും ഇതുപോലെ പിരിവെടുക്കണ്ട വന്നാ നീ എവിടെ ഓടാരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല, അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല, അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, സദക്ക കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ പരിപാടിയുടെ ചിലവുകളിൽ എന്ത് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ, അത് രോഗികൾക്കുള്ളതാ, അത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിനക്കറിയില്ല. പടച്ചറപ്പേ, അവസാന ഘട്ടങ്ങളിലാണ് അതറിയുന്നത്. ക്യാൻസറിന്റെ അവസ്ഥയും അതുപോലെയാണ്. പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാ അറിയുന്നത്. അതുകൊണ്ട് ആ രോഗത്തെ തട്ടിമാറ്റണോ? അതാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ